الله وحده الصلاة والسلام على من لا نبي بعده. متفق عليه ആയിട്ടുള്ള ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഹബ്ബ അല്ലാഹു ഫുലാനൻ, ഇദാ അഹബ്ബ അല്ലാഹുൽ അബ്ദ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു വിശേഷണമാണ് അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർ ഇഷ്ടപ്പെടുമെന്നുള്ളത്. അങ്ങനെ അടിമകളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാദാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹ്ബിബ്ഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നാലിന്ന ആളെ, ആളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്നാലിന്ന ആളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെടുക. ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം ആ അടിമയ്ക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയും ദുആ ചെയ്യുകയും എല്ലാം ചെയ്യും. അതുപോലെ അടിമയെ കണ്ടുമുട്ടാൻ അതിയായി ആഗ്രഹിക്കുന്ന അവസ്ഥയെല്ലാം ഉണ്ടാകും. അങ്ങനെ ഫയുഹിബ്ബു ജിബ്രീൽ അലൈഹിസ്സലാമും ഇഷ്ടപ്പെടും. ഫയുനാദി ജിബ്രീൽ ഫി അഹ്ലിസ്സമാ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശലോകത്തുള്ള മലക്കുകളിൽ വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നാലിന്ന ആളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണമെന്ന് പറയും. അങ്ങനെ ഫയുഹിബ്ബു അഹ്ലുസ്സമാ, ആകാശലോകത്തുള്ള ആ മലക്കുകൾ, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അധികമുള്ള മലക്കുകൾ ആ അടിമയെ ഇഷ്ടപ്പെടും. ثم يوضع له القبول في أهل الأرض. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് ഒരു സ്വീകാര്യത ഭൂമിയിൽ അല്ലാഹു തആല നൽകും. അഥവാ ആ അടിമയോട് അവന് ചുറ്റുമുള്ള മുഅ്മിനീങ്ങളുടെ ഖൽബിൽ അവനോടുള്ള ഇഷ്ടം ഇട്ടുകൊടുക്കും. അതുപോലെ അവനോടുള്ള തൃപ്തി ഇട്ടുകൊടുക്കും. അവനെക്കുറിച്ചുള്ള നല്ല സംസാരങ്ങൾ, നല്ല സ്മരണകൾ മുഅ്മിനീങ്ങളായ അടിമകളുടെ ഇടയിൽ അല്ലാഹു തആല നിലനിർത്തും. ഇത്രയും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് മറിയമിലെ 96-ാമത്തെ ആയത്ത് കൂടി പാരായണം ചെയ്തു. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. ഈമാനും സൽക്കർമ്മങ്ങളും ഉള്ളവർ ആരാണോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഇഷ്ടത്തെ ഒരുക്കി കൊടുക്കുമെന്നുള്ളത്. അള്ളാഹുവിന്റെ ഇഷ്ടം നേടുക എന്നുള്ളത് വളരെ മഹത്തായിട്ടുള്ള ഒരു അടിമക്ക് എത്തിച്ചേരാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദവിയാണ്. അതിന് കാരണമാകേണ്ടത് ഈമാനും സൽക്കർമ്മങ്ങളും ഫർളും നഫ്ലുകളുമായ ഇബാദത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുന്നത്തിനെ ഇത്തിബാ ചെയ്യുക, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക, അതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുക, അള്ളാഹുവിന്റെ ഇഷ്ടത്തെ അള്ളാഹുവിനോട് തേടുന്ന ദുആകൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ അസ്അലുക ഹബ്ബക ഹബ്ബ മൻ യുഹിബ്ബുക ഹബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹബ്ബിക് എന്നുപോലെയുള്ള ദുആകൾ. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള പരിശ്രമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.